പിന്നീട് എന്നാണ് ശരിക്കും പറഞ്ഞാൽ മുക്താർജി ഒരു സമാധാനപരമായിട്ട്? ഇല്ല, പെട്ടെന്ന് തന്നെ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിത്തിൻ 6 months തന്നെ ഒരു നല്ലൊരു പൊസിഷനിലെത്താൻ പറ്റി. പിന്നെ 2 വർഷത്തിന് ശേഷം നാട്ടിലെത്തിയതിനു ശേഷം ഉടൻ തന്നെ തിരിച്ചു പോന്നോ? 2 മാസം അവധി ഉണ്ടായിരുന്നു. 2 മാസം അവധി. വിവാഹമൊക്കെ എന്നായിരുന്നു? സെക്കൻഡ് രണ്ടാമത്തെ പോക്കറ്റ് ഒരു 1.5 വർഷം കഴിഞ്ഞ് വീണ്ടും പോയിരുന്നു. വൈഫിന്റെ വീട് കണ്ണൂർ തന്നെയാണ്. പേര് ഫായിസ. ഫായിസ. ഫാഹിദ. ഇപ്പോൾ ഇവിടെ ഉണ്ട് അല്ലേ? കുട്ടികൾ 6 പേരാണ്. 6 പേരുണ്ട്. ഒന്ന് പറയാം മക്കളെ കുറിച്ച്. മക്കള് 4 പേര് മൂത്ത ആൺകുട്ടികളാണ്. 4 ആൺകുട്ടികൾ, 4 എഞ്ചിനീയേഴ്സാണ്. വെരി ഗുഡ്. ഒരേ ബ്രാഞ്ചാണ്? 2 പേര് ഒരു ബ്രാഞ്ചാണ് IT, ഒരാൾ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, 4ാമത്തെ ആളിപ്പം ഫൈനൽ ഇയർ ആണ് മെക്കാനിക്കൽ PI കോളേജിൽ. പഠിച്ചത് എഞ്ചിനീയേഴ്സ്? മൂത്തയാൾ കുറ്റിപ്പുറം, തൊട്ട് താഴെ 2 പേര് TKM കൊല്ലം. 4ാമത്തെ ആള് മാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് PI കോളേജിൽ. 2 പെൺകുട്ടികളാണ്. 5ാമത്തെ ആളിപ്പം മോള് മെഡിസിന് പഠിക്കുന്നു ഇവിടെ യനോപ്പയിൽ. യനോപ്പ മെഡിക്കൽ കോളേജ് മാംഗ്ലൂർ, മംഗലാപുരം. മാംഗ്ലൂർ. ഇളയ മോള് 3rd സ്റ്റാൻഡേർഡ്. എന്താണ് മൂത്ത മകന്റെ പേര്? ഫയാസ്. ഇവിടെ അഹമ്മദ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. പ്രൊജക്ട് എഞ്ചിനീയർ ആയിട്ട്. രണ്ടാമത്തെ ഫഹദ്. ചെറിയൊരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അടുത്ത ഫസൽ. എല്ലാവരും. 4ാമത്തെ ആള് ഫഹീം. എൻ്റെ മകന്റെ പേരാണ്. ഫർഹ, ഫിദ. എല്ലാ F-ൽ അവസാനിക്കുന്ന നല്ല കുട്ടികളല്ലേ, 6 മക്കള്. എല്ലാ മക്കളും ഇവിടെ വളരെ ഹാപ്പിയാണ് ഈ അറേബ്യൻ. തീർച്ചയായിട്ടും അവരുടെ നാടിനേക്കാളും ഇവിടെ ഇഷ്ടപ്പെടുന്നത്. ആണല്ലേ? അത് ഇവിടെയാണ് അവരൊക്കെ ജനിച്ചു വളർന്നത്? എല്ലാവരും. മോന് ആദ്യത്തെ ആള് 3 മാസം കഴിഞ്ഞും കൂടി കൊണ്ടുവന്നാണ്. മറ്റുള്ളവരൊക്കെ ഇവിടെ ജനിച്ചത്. ബാക്കി ഉള്ളവരൊക്കെ ഇവിടെയാണ്. എല്ലാവരും 2 പേര് അവിടെ ജനിച്ചു, ബാക്കി എല്ലാവരും ഇവിടെ ജനിച്ചു. അവർക്ക് കൂടുതൽ ഇഷ്ടം ദോഹയാണോ? അതെ. ആണോ? നാട്ടില് പോവാറില്ലേ? പ്രത്യേകിച്ച് ഇളയ മകൾക്ക്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്ന് കറണ്ട് കട്ടുണ്ടാവും അത്യാവശ്യങ്ങൾ പോകുന്ന ആ സമയത്ത്. പിന്നെ ഈ കൊതുക് ശല്യം ഇങ്ങനെയൊക്കെ. ഇപ്പം ചെറിയ മോൾ എപ്പോഴും പറയായിരുന്നു ഖത്തറ ഏറ്റവും നല്ലത്. അപ്പൊ എറണാകുളത്താണ് നിങ്ങൾ ജനിച്ചെങ്കിൽ കൊതുക് ശല്യം മോള് കണ്ണൂർ പറയുമ്പോൾ തീരെ പോവില്ലായിരുന്നു. തീരെ പോവുണ്ടാവില്ല. അതെ. അപ്പോൾ അതുകൊണ്ട് സാധാരണ കുട്ടികൾക്ക് നാട്ടിൽ പോകണം, നാട്ടിലൊന്ന് കുറച്ചാൾ നിൽക്കണമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെയുള്ള ഒരു തോന്നല് എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടില്ല. ജനിച്ചു കൊള്ളുന്നത് ശരിയാട്ടോ. കാരണം വെച്ചാൽ ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആണ്. നല്ല ഭക്ഷണം, തീർച്ചയായിട്ടും ഫാസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അല്ലേ, എല്ലാം കൊണ്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണല്ലോ നമ്മുടെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു സുഖമുണ്ട്, അത് വേറെ കാര്യം. അതെ, നമുക്കൊക്കെ അതാണ്. നമുക്ക് നാട്ടിലാണ് പോയിട്ട് ആഗ്രഹിക്കുക. പക്ഷെ മക്കളുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാണ്. അവരിവിടെ ഇഷ്ടപ്പെടുന്നത്. അവർ സ്വാഭാവികമാണ്. കാരണം വെച്ചാൽ അവർ ഈ ചുറ്റുപാടിൽ വളർന്നതിന് ശേഷം പിന്നെ നാട്ടിൽ പോകുമ്പോൾ. നാട്ടിൽ വർഷത്തിലൊരിക്കലൊക്കെ പോകാറുണ്ടോ? ഞാനിപ്പോൾ ഇടയ്ക്ക് പോകാറുണ്ട്. ഒരു 6 മാസം കൂടുമ്പോൾ അത്യാവശ്യം ഒന്ന് പോയിട്ട് പോകും. വൈഫായിട്ട് പോകും. മക്കള് ഇല്ല, മക്കൾ ഇവിടെ ഉണ്ടാവും. ചിലരൊക്കെ വരും, പെൺകുട്ടികൾ. നാട്ടിൽ ആരൊക്കെ ഉള്ളത്? നാട്ടിൽ 2 ജ്യേഷ്ഠന്മാരുണ്ട്. ഞങ്ങളെ എല്ലാ ബന്ധുക്കളും ഇവിടെ ഉള്ളത്, കുടുംബമായിട്ടുള്ള. എപ്പോഴും പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇല്ല, എന്നാലും അത്യാവശ്യം ചില സംരംഭങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് അത്യാവശ്യം. ഇവിടെ നിങ്ങളുടെ ഒരു ഫാമിലി കൂട്ടായ്മയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു? ഞങ്ങളിപ്പം കുടുംബമായിട്ട് ഇപ്പം അത്യാവശ്യം ഞങ്ങളൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും. എല്ലാവരും ഞങ്ങളെ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ എങ്ങനെ ഒരു ഒക്കേഷൻ ഫ്രണ്ട്സുമായിട്ട് മിക്കവാറും എല്ലാ വീക്കെൻഡ്സും ഒരുമിച്ച് കൂടും. ഏതെങ്കിലും വീട്ടിൽ കൂടും, ഫാമിലി ആയിട്ട് വീട്ടിൽ കൂടും, ഏതെങ്കിലും വീട്ടിൽ കൂടും. ഇവിടെ വേറെ എന്തൊക്കെയാണ് എന്റർടൈൻമെന്റ്സ് ഉള്ളത്? ഇല്ല, കാര്യമായിട്ട് എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. ഇവിടുത്തെ വല്ല കൾച്ചറൽ സോഷ്യൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസിലൊക്കെ റിലീഫിൽ ഞങ്ങളുണ്ട്. ഞങ്ങളൊരു കണ്ണൂർ ബേസ്ഡ് ഉള്ള കണ്ണൂർ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഫ്രീ മെഡിക്കൽ, കുറേ ഫ്രീ പെൻഷൻ എന്നുള്ള ഇതൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. കഴിഞ്ഞ ഒരു ഓൾമോസ്റ്റ് 10-19 വർഷമായിട്ട് ഇത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളങ്ങനെ ചാരിറ്റബിൾ ആയിട്ടുള്ള ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. 33 വർഷക്കാലത്തെ പരിചയ സമ്പന്നനാണ് താങ്കൾ. ഇനിയും ഉള്ള ജീവിതകാലം ഇവിടെ തന്നെ ജീവിച്ചു തീർക്കാനാണോ ആഗ്രഹം? മക്കളുടെ കാര്യം പറഞ്ഞു, മക്കൾക്ക് ഇവിടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ, എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മുടെ ജനിച്ചു വളർന്ന നാട്, ഗ്രാമം,
നമുക്ക് തോന്നും ചിലപ്പോൾ അല്ലേ? അതെ. ഒന്ന് ഇനി ഒരുപാട് കാലമുണ്ട്. ഞാനിപ്പോൾ അല്ല, ഇത് ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ അതൊക്കെ ദൈവീതം പോലെയാണ്. പലപ്പോഴും കരുതിയിട്ടുണ്ടായിരുന്നു നാട്ടിലൊന്ന് സെറ്റിൽഡ് ആവണോ എന്നുള്ളത്. അൽഹംദുലില്ലാ ഇപ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെ അല്ലേ? ഇനി എന്താണ് ഫ്യൂച്ചർ ഡ്രീം? എന്താണ് സ്വപ്നം? ഇനി എന്താകണം? അങ്ങനെയൊന്നുമില്ല. വളരെ സമാധാനത്തോടുകൂടി കഴിയുക, മരിക്കുന്നത് വരെ മനസ്സമാധാനം ഉണ്ടാവുക, അത്രയേ ഉള്ളൂ. മക്കളെല്ലാം ഒരു നല്ല രീതിയിൽ എല്ലാവരും എത്തണം. അതെ, എല്ലാ മക്കളൊക്കെ എത്തി. ആ ഒരു ടെൻഷനൊന്നുമില്ല. ചെറിയ കുട്ടി പിന്നെ അവരെ ബ്രദേഴ്സ് നോക്കിക്കോളൂ എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. ആ ഒരു ടെൻഷനും ഇവിടെ ഇല്ല. മെഡിസിൻ മോളെ ഏത് ഇയറിലാണ് പഠിക്കുന്നത്? മോളെ ഫസ്റ്റ് ഇയർ ഇപ്പൊ ജസ്റ്റ് തുടങ്ങിയുള്ളൂ. BDS. ഓ, അത് ശരി. ഈ വളരെ അറിയപ്പെടുന്നൊരു വ്യവസായി ദോഹ നഗരത്തിൽ ഒട്ടേറെ വ്യവസായങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ ചെയ്യുന്നു പല കാര്യങ്ങളും. നിങ്ങൾക്ക് അംഗീകാരങ്ങൾ, പാരിതോഷികങ്ങൾ തേടി വന്നിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ? ഇല്ല, ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ടുമില്ല. അംഗീകാരങ്ങളൊന്നും വന്നിട്ടില്ല ബിസിനസ്സിൽ? വല്ല അവാർഡ് കിട്ടേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് നമ്മുടെ യമഹയായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് പല അവാർഡും കിട്ടിയിരുന്നു. നല്ല ആക്ടിവിറ്റീസിൻ്റെയും സെയിൽസിൻ്റെയും ഒക്കെ കിട്ടിയിരുന്നു. തീർച്ചയായിട്ടും കിട്ടിയിരുന്നു. നല്ല നല്ല അംഗീകാരം കിട്ടിയിരുന്നു. പലതവണ കിട്ടിയിരുന്നു. ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള. എന്താണ് മനസ്സിൽ തോന്നുന്നത്? സന്തോഷം തോന്നും തീർച്ചയായിട്ടും. അതുകൂടാതെ ഒരു പ്രചോദനം, ഒരു ഇൻസ്പിറേഷൻ അല്ലേ ശരിക്കും? അത് ഓരോ അവാർഡ് കിട്ടുമ്പോഴും മമ്മൂട്ടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നടൻ മമ്മൂട്ടി, ഓരോ അവാർഡ് കിട്ടുമ്പോൾ എനിക്കൊരു പ്രചോദനം തോന്നുകയാണ്. ശരിക്കും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ശരിക്കും? അല്ല, അത് ഞങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടായിരുന്നു. ഡെവലപ്പ് ചെയ്യാന്നുള്ള ആ ഒരു തോന്നൽ എന്തായാലും ഉണ്ടാവും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. വളരെ തിരക്കേറിയ ഇവിടുത്തെ ഒരു മറുനാടൻ മലയാളിയായ വ്യവസായിയാണ് താങ്കൾ. വളരെ സൗഹൃദത്തോടുകൂടി സൗമ്യമായിട്ട് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഇത്രയും സമയം സംസാരിച്ചു. ഒട്ടേറെ അനുഭവങ്ങൾ പങ്കിട്ടു. ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം നൽകി. ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് ഇൻസ്പിറേഷൻ വരാം. കാരണം താങ്കളുടെ ജീവിത രീതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്തായാലും ഞാൻ എല്ലാ നന്മകളും നേരുകയാണ്. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും എല്ലാം. താങ്ക് യു. തീർച്ചയായിട്ടും എനിക്ക് ഒരു അവസരം തന്നതിൽ ഞാൻ വളരെയധികം നന്ദിയുള്ളവനാണ്. താങ്ക് യു വെരി മച്ച്. 33 വർഷക്കാലം മുമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്നും വന്ന് ദോഹ നഗരത്തിൽ ഒട്ടേറെ വ്യവസായങ്ങളുടെ ഉടമസ്ഥനായി മാറിയ മുക്താറുമായിട്ടുള്ള അഭിമുഖം ഇവിടെ പൂർണ്ണമാകുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ഒട്ടേറെ അനുഭവങ്ങൾ നമുക്ക് വിവരിച്ചു. ഒരു പാഠപുസ്തകം പോലെ തോന്നുന്നു അല്ലേ? അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു വ്യവസായമായിട്ട് കാണാം. അതിനു മുമ്പ് ചോദ്യം ഇതാണ്: കേരളപ്പിറവി ദിവസം ഏതാണ്? ചോദ്യം ഒന്നുകൂടി, കേരളപ്പിറവി ദിവസം എന്നാണ്? നിങ്ങളുടെ ഉത്തരം ഇനി പറയുന്ന ടെലിഫോൺ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484231778 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484231778 അല്ലെങ്കിൽ 83.